Hi friends, Anju and Nivi vlogilekku എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഓറിയോ ബ്രെഡ് കേക്കിന് ആദ്യം തന്നെ വേണ്ടത് ബ്രെഡ്, പാല്, പിന്നെ ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് ഷോർട്ട്സിൻ്റെ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് പഞ്ചസാര, ജെംസ്. നമുക്ക് ആദ്യം വേണ്ടത് ബ്രെഡാണ്. അപ്പം ഞാനൊരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിനെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു 4 ബ്രെഡ് സ്ലൈസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മിൽക്ക് ബ്രെഡാണ്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് വലുപ്പമുള്ള ബ്രെഡാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഗോതമ്പിൻ്റെ ബ്രെഡോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ 4 പീസ് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ക്വയർ പീസായിട്ട് ബ്രെഡ് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ജസ്റ്റ് ഈ ബ്രൗൺ പോർഷൻ ആ എഡ്ജസ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ പീസ് മാത്രമായിട്ടും ബ്രെഡ് കേക്ക് ഡിസൈൻ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഹാർട്ട് ഷേപ്പിലാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള കേക്കിൻ്റെ എഡ്ജസും ഈ സ്ക്വയർ പീസിൻ്റെതും സെയിം ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് വെച്ച് നോക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഒരു പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മുടെ ബ്രെഡൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ 30 റുപ്പീസിൻ്റെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പേക്കാണ് എടുത്തിട്ടുള്ളത്. ക്രീമോട് കൂടി തന്നെ ഞാൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്നൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നല്ലൊരു ഫൈൻ മിക്സ് ആക്കി എടുക്കാം. നല്ല ലൂസായിട്ടുള്ളൊരു ക്രീമി ടെക്സ്ചറിൽ ആക്കിയെടുക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു മിക്സാണ് നമ്മൾ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, അതുപോലെ കോഴിമുട്ട, വിപ്പിംഗ് ക്രീം ഒന്നും ഉപയോഗിക്കാതെ ഈസി ആയിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം നമ്മുടെ ഓറിയോ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയണം. പാൽ ഉപയോഗിക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാം. പാൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് പാലെടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡാണ് ആദ്യം ലെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പീസ് വെക്കുക, അതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ചേർക്കുക, എന്നിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ അടുത്ത പീസ് വെക്കുക. അങ്ങനെ 4 പീസ് ബ്രെഡ് സ്ലൈസസും വെച്ച് സെറ്റ് ചെയ്യാം. നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് സെറ്റ് വെച്ചിരുന്ന ഈ റൗണ്ട് ഷേപ്പ് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്യുക. നമ്മുടെ ഹാർട്ട് ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് സ്ക്വയർ ഷേപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും ഒന്ന് ലെയർ ബൈ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാം. ഗ്യാസ് സ്റ്റവ് പോലും ഓൺ ആക്കാതെയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അത്ര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതെ, നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഇവിടെ റെഡിയാണ്.
ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ എഡ്ജ് പോർഷനൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിലൊക്കെ നമുക്കൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൻ്റെയും എഡ്ജസിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് പേപ്പർ ഹാർഡ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അതിന് മുകളിൽ നമ്മൾ ഈ ബ്രെഡ് പീസ് വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ ലേശം എളുപ്പമായിരിക്കും. ഞാൻ ജസ്റ്റ് അതൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഇത് ഇതിൻ്റെ മുകളിൽ വീണ്ടും പാലൊഴിച്ചു എന്നതിന് ശേഷം നമ്മൾ ക്രീം റെഡിയാക്കി വെക്കുകയാണ്. ഇങ്ങനെ മുകളിൽ ക്രീം ആക്കിയതിന് ശേഷം എല്ലാ സൈഡിലും ചുറ്റും ക്രീം ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പേപ്പറോ കാർഡ്ബോർഡ് എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് എടുത്ത് മാറ്റാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബേസൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്ര തന്നെ മതി. നമ്മുടെ കേക്ക് സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജെംസും ഷോർട്ട്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മളെ കേക്കിനൊരു ലുക്ക് വേണ്ടേ, അപ്പം ആണ് ജെംസും ഷോർട്ട്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഒരു ഡിസൈൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് ഡിസൈൻസിൽ ഈ ബ്രെഡ് ആൻഡ് ഓറിയോ കേക്ക് നമുക്ക് ചെയ്യാം. ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയാലും മതി. ഞാൻ ജെംസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻസൊക്കെ കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതായത് ഓറിയോ ബ്രെഡ് കേക്ക് തന്നെ പല ഡിസൈൻസിൽ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ ജെംസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ ഒരു 3 ഷോർട്ട്സും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.